ചേട്ടാ നമ്മൾ എവിടെ പോണേ? കതിർമുടി ജേണി ക്രാഫ്റ്റിൻ്റെ പേജിൻ്റെ കീഴിൽ കോട്ടൂരിൽ നിന്ന് ട്രക്കിങ്ങിന് പോണ്. കതിർമുടി ട്രക്കിങ്ങിന്. രാവിലെ നല്ല മഴയുണ്ട്. അവിടെ എങ്ങനെ ആയിരിക്കും എന്ന് അറിഞ്ഞൂടാ. നല്ല അട്ടേറെ പ്രശ്നം ഉണ്ടാവുമോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പോയി നോക്കണം. മഴയത്ത് എങ്ങനെ പോകുമോ? റെയിൻകോട്ട് ഇട്ട് പോവാല്ലേ? പോകാം. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? നല്ല രസമാണ്. ഇന്നല്ല നടക്കുമോ? മഴ കൊള്ളാനാണ് നമ്മൾ വന്നത്. എത്ര മണിക്ക് തുടങ്ങി? എത്ര മണിക്ക്? 9 മണിക്കാണെന്ന് തോന്നുന്നു. 9 മണിയാണെന്ന് തോന്നുന്നു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 9 മണിയാണ് തുടങ്ങും. 9 മണിക്കാണ് തുടങ്ങണേ. മഴ ആയതുകൊണ്ടാണ് വിഷയം. നമ്മൾ എന്തിനാണ് ഈ മഴ കൊള്ളണത്? അത് തന്നെ, വണ്ടിക്കകത്ത് പോകാന്ന് പറഞ്ഞാൽ നീയല്ലേ സമ്മതിക്കാത്ത. ഈ ഓണത്തിന് വനവിഭവങ്ങളൊക്കെ ഈ നമ്മൾ പോണ വഴിക്ക് ഊരും ഗോത്ര വിഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർ വനവിഭവങ്ങളൊക്കെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് കൊടുക്കും. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ 1841 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാർത്താണ്ഡവർമ്മയും തമ്മിലൊരു യുദ്ധം നടന്നു. അതിൽ നമ്മളെ മാർത്താണ്ഡവർമ്മ വിജയിക്കും. അതിൻ്റെ ഭാഗത്ത് മാർത്താണ്ഡവർമ്മയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തോലി എന്ന് പറഞ്ഞാൽ സൈനികർ ഇവിടെ വന്ന് ഒളിച്ചു താമസിച്ചു എന്നാണ് പറയുന്നത്, ഈ കതിർമുടിയുടെ മുകളിലെ പുൽമേടുകളിൽ. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് വിജയത്തിൻ്റെ ആ ഭാഗമായതുകൊണ്ട് ഇപ്പോഴും വനവിഭവങ്ങളെല്ലാം കൊടുക്കുന്നു എന്നൊരു പ്രസ്താവനകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ എത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ പത്രക്കെട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു സ്റ്റോറി. ഇതാണ് കതിർമുടി എന്ന് പറയുന്നത്. ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ നിന്ന് തോനാമ്പാറയിൽ പോകുന്നു. ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് 6 കിലോമീറ്റർ മുകളിൽ ട്രക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഒരു 6 കിലോമീറ്റർ തിരിച്ച് നടന്നു വരും. ഇതാണ് ട്രക്കിങ്ങിൻ്റെ സ്പോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വന്യജീവികളും ഇഴജന്തുക്കളുണ്ട്, പിന്നെ ഒരുപാട് തരം സ്പീഷ്യസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപോകും. പക്ഷേ നമുക്ക് വന്യജീവികളുണ്ട്, കരടികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അതിൻ്റെ പ്രസൻസ് നമുക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും. കാര്യം അത് പോകുന്ന ഭാഗങ്ങൾ അതൊക്കെ നമ്മുടെ കൂടെ വരുന്ന ഗൈഡ് ചട്ടന്മാരെ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയറായിട്ട് പറയും. 5 പേർക്ക് ഒരു ഗൈഡ് എന്ന രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നല്ല മഴയായിരുന്നു. നല്ലൊരു ഡാൻസെല്ലാം ഉണ്ട്. രാവിലെ വിളിച്ച് പറഞ്ഞു അങ്ങനെ പോകുമ്പോൾ ഗൈഡുകൾ പറയുന്ന കറക്റ്റ് ശ്രദ്ധിച്ച് പോവുക. കൂട്ടന്മാർ പോകാതെ ചെയ്യുക. മാക്സിമം കൂട്ടത്തിൽ തന്നെ പോവുക.